ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ മഹത്വവും ജർമ്മനിയിലെ ഫീസില്ലാത്ത പഠിത്തവും കണ്ട് കുറെ 90s കിഡ്സ് ഇവിടെ ഒരു മിഡ് 2000s ലേറ്റ് 2000സിലൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. വന്ന് ചാടി കുറച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇത് 2, 3, 4-ish ഇയേഴ്സ് ഓഫ് യുവർ ലൈഫും കുറേ അധികം ട്രോമയാണ്. ഹൗസ് ബിൽഡിംഗ് പോലെയല്ല നമുക്കിവിടെ വന്ന് ചാടുമ്പോൾ വരുമാന മാർഗം യാതൊന്നുമില്ല. വന്ന് കയറി കുറച്ചു കാലം യൂറോപ്പ് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ബോധോദയം ഉണ്ടാവുന്നത് അക്കൗണ്ടിലെ കാശ് മുഴുവൻ പടപടേ പടപടേന്ന് പൊട്ടിത്തീരുവാന്ന്. അപ്പം പിന്നെ ഒരു വെപ്രാളാണ്. എന്നാ കോഴ്സ് സമയത്തിനൊട്ട് തീരുന്നുമില്ല. നന്നായിട്ട് ഇരുത്തി പഠിപ്പിച്ച് തീർത്തിട്ടാണ് പോകാൻ പറ്റുള്ളൂ. ഈ 3-4 വർഷത്തെ ട്രോമയൊക്കെ സർപ്പാസ് ചെയ്ത് വരുന്ന മിക്ക 90s കിഡ്സിനും അത്യാവശ്യം നല്ല ഔട്ട്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 2023 യൂറോപ്പിലെ ബെസ്റ്റ് റോബോട്ടിക്സ് ഡോക്ടറൽ തീസിസിന് അവാർഡ് മേടിച്ചത് ഒരു മലയാളിയാണ്. നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി വന്ന് ജർമ്മൻ സ്പേസ് റിസർച്ച് ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാളി. അപ്പോൾ ചിയേഴ്സ്.